നമസ്കാരം. T20 ലോകകപ്പിന് തൊട്ടു പിന്നാലെ തന്നെ IPL എത്തുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ശരിക്കും ത്രില്ലിലാണ്. പിഴവുകളും പരാതികളും പഠിച്ച് മാറ്റങ്ങളോടെ ജയിക്കാൻ ഉറച്ച തന്നെയാണ് 9 ടീമുകളും അംഗത്തിനായി ഇറങ്ങുന്നത്. ആര് ഇത്തവണ കിരീടം ഉയർത്തും എന്നതും പ്രവചനാതീതമാണ്. RCBയും മുംബൈയും ചെന്നൈയും കൊൽക്കത്തയും തന്നെയാണ് കിരീട ഫേവറിറ്റുകളിൽ മുന്നിൽ ഉള്ളത് എങ്കിലും ഒരു ടീമിനെയും എഴുതിത്തള്ളാൻ ഇക്കുറി കഴിയുകയില്ല. നിരവധി യുവതാരങ്ങളെ വമ്പൻ പ്രതിഫലത്തിൽ തന്നെ ഒപ്പം കൂട്ടാൻ ഇത്തവണ ടീമുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കോടികൾ മുടക്കിയത് അധികവും മത്സരത്തിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും നിർണായക വഴിത്തിരിവ് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വമ്പന്മാർക്ക് വേണ്ടി തന്നെയാണ്. ബാറ്റർമാരെ പോലെ തന്നെ T20യിൽ നിർണായകമാകാൻ പോകുന്നതാണ് ബോളർമാരും എന്നത് ഇക്കഴിഞ്ഞ T20 ലോകകപ്പിലും തെളിഞ്ഞ കാര്യമാണ്. ഇത്തവണ ബാറ്റർമാരെ വിറപ്പിച്ച് നിർത്താൻ പറ്റിയ ബൗളർമാരെ കരുതി വയ്ക്കാനും ടീമുകൾ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഡെത്ത് ഓവറുകളിൽ മികവ് കാട്ടാൻ സാധിക്കുന്ന നിരവധി ബോളർമാരെയും ഇത്തവണ ടീമുകളൊപ്പം കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ഇത്തവണ ഏറ്റവും മികവ് കാട്ടാൻ സാധ്യതയുള്ള 5 ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുമാർ ആരൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നോക്കാം. മറ്റാരുമല്ല, ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ താരം. മുംബൈ ഇന്ത്യൻസിന്റെ വജ്രായുധം. ഡെത്ത് ഓവറിൽ ബുംറയുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് പല മത്സരങ്ങളിലും മുംബൈ ജയിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത്. ബാറ്റ് ചെയ്യുന്നയാൾ എത്ര വമ്പനാണെങ്കിലും ബുംറയ്ക്ക് മുൻപിൽ മുട്ടുവിറയ്ക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വേഗമേറിയ യോർക്കറുകളെ പോലെ തന്നെ ഇപ്പോൾ ഡെത്ത് ഓവറിൽ ബാറ്ററുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിക്കുന്ന വിവിധ വേരിയേഷനുകളോടെയുള്ള സ്ലോവർ യോർക്കറുകളും ബുംറയുടെ ഹൈലൈറ്റായി മാറിയിട്ടുണ്ട്. T20 ലോകകപ്പിലെ നിർണായക മത്സരങ്ങളിൽ കൈവിട്ടു പോയി എന്ന് തോന്നിച്ച പല മത്സരങ്ങളും ഇന്ത്യക്ക് തിരികെ കിട്ടിയത് ബുംറയുടെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഡെലിവറികൾ കൊണ്ട് തന്നെയാണ്. ഇനി IPL കണക്കുകൾ എടുത്താലും ബുംറയെ വെല്ലാൻ മറ്റാരുമില്ല എന്ന് മനസ്സിലാകും. ഡെത്ത് ഓവറുകളിൽ 550 പന്തുകൾ ഇറങ്ങിയ ബുംറ 531 റൺസാണ് വഴങ്ങിയിട്ടുള്ളത്. 5.75 എന്ന അത്ഭുത ഇക്കണോമിയാണ് ബുംറയ്ക്ക് സ്വന്തമായുള്ളത്. യോർക്കറുകളിലൂടെയും സ്ലോ ബോളുകളിലൂടെയും തന്നെയാണ് എതിർ ടീം ബാറ്റർമാരെ IPLലും ബുംറ വിറപ്പിച്ചിട്ടുള്ളത്. 2025 സീസൺ IPLൽ 12 മത്സരങ്ങൾ കളിച്ച ബുംറ 18 വിക്കറ്റുകളാണ് നേടിയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിന്റെ ഇടം കയ്യൻ പേസറായ അർഷ്ദീപ് സിംഗാണ് ബാറ്റർമാരെ അവസാന ഓവറുകളിൽ പിടിച്ചുകെട്ടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ താരം. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും മികച്ച പന്തുകൾ ഇറങ്ങിയ മികവ് കാട്ടുന്ന താരം കൂടിയാണ് അർഷ്ദീപ്. ന്യൂ ബോളിൽ ലൈനും ലെങ്തും കൃത്യമാക്കിയും അവസാന ഓവറുകളിൽ ബാറ്ററുടെ സമ്മർദ്ദം കൂടി മുതലെടുത്ത് പന്തെറിയാനും പ്രത്യേക മിടുക്കാണ് അർഷ്ദീപിന് ഉള്ളത്. 5.66 എന്ന മികച്ച ഇക്കണോമിയിലാണ് IPL ഡെത്ത് ഓവറുകളിൽ അർഷ്ദീപ് പന്തെറിയാറുള്ളത്. മികച്ച പേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്ലോ കട്ടറുകളും അതിവേഗ യോർക്കറുകളും അടക്കമുള്ള പന്തുകളിറങ്ങി ബാറ്റർമാരുടെ ആശങ്കയേറ്റാനും അർഷ്ദീപിന് സാധിക്കുന്നുണ്ട്. പിച്ചിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് ബൗൺസർ ഡെലിവറികളിലൂടെയും ബാറ്ററെ പ്രയാസപ്പെടുത്താൻ കഴിവുള്ള താരമാണ് അർഷ്ദീപ് സിംഗ്. കഴിഞ്ഞ സീസണിൽ 16 മത്സരങ്ങളിൽ നിന്ന് 21 വിക്കറ്റുകളാണ് അർഷ്ദീപ് നേടിയിട്ടുള്ളത്. MS ധോണിയെ അടക്കം ഡെത്ത് ഓവറിൽ പിടിച്ചുകെട്ടിയിട്ടുള്ള സന്ദീപ് ശർമ്മ ഡെത്ത് ഓവറുകളിലെ അടുത്ത സ്പെഷ്യലിസ്റ്റായിട്ട് കണക്കാക്കാം. രാജസ്ഥാൻ റോയൽസിന്റെ സീനിയർ പേസറാണ് സന്ദീപ് ശർമ്മ. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും ഇത്തവണ രാജസ്ഥാൻ വലിയ പ്രതീക്ഷ സന്ദീപിൽ കാണുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. വൈഡ് യോർക്കറുകളിലൂടെ ബാറ്റർമാരെ പ്രയാസപ്പെടുത്താൻ താരം മിടുക്കനാണ്. ഒറ്റനോട്ടത്തിൽ വൈഡ് എന്ന് തോന്നിപ്പിക്കുകയും അതേസമയം ബാറ്റർ ചിന്തിക്കുന്നതിനും അപ്പുറം വേഗത്തിൽ പന്ത് കീപ്പറിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് സന്ദീപിന്റെ ബോളിലൂടെ നാം കാണാറുള്ളത്. വിരലിലേറ്റ പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സീസണിലെ അവസാന മത്സരങ്ങൾ സന്ദീപിന് നഷ്ടമായിരുന്നു. എങ്കിലും 10 മത്സരങ്ങളിൽ നിന്നായി 9 വിക്കറ്റുകൾ നേടാൻ സന്ദീപിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓസ്ട്രേലിയൻ പേസറായ നഥാൻ ഇല്ലീസാണ് മറ്റൊരു താരം. ബിഗ് ബാഷ് ലീഗിലടക്കം തകർപ്പൻ പ്രകടനം നടത്താൻ ഇല്ലിസിന് സാധിച്ചിരുന്നു. ഡെത്ത് ഓവറിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ള താരമായിട്ടാണ് ഇല്ലിസിനെ കണക്കാക്കുന്നത്. നന്നായി സ്ലോ ബോൾ എറിയുന്നു എന്നതാണ് ഇല്ലിസിന്റെ സവിശേഷത. ഇത്തവണ ഡെത്ത് ഓവറിൽ ഇല്ലിസ് ശോഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ സീസണിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇല്ലിസ് കളിച്ചത്. ആ മത്സരത്തിൽ തന്നെ ഒരു വിക്കറ്റും നേടാൻ സാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത ഒരു ബൗളറാണ് ഈ സീസണിൽ ഏറ്റവും അപകടകാരിയായി മാറാൻ സാധ്യതയുള്ളത്. IPL അരങ്ങേറ്റം കുറിക്കാൻ പോകുന്ന ഒരു താരത്തെ 8,40,00,000 രൂപ മുടക്കി ഒരു ടീം ഏറ്റെടുക്കുകയാണെങ്കിൽ അയാളുടെ റേഞ്ച് എത്തരത്തിലാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയ ആക്വീബ് നബിയാണ് ഡെത്ത് ഓവറിലെ വമ്പനാകാൻ പോകുന്ന അടുത്ത നിർണായക താരം.
ഇക്കഴിഞ്ഞ ലേലത്തിൽ ഡൽഹി സ്വന്തമാക്കിയ ജമ്മു കാശ്മീർ പേസർ ഈ സീസണിൽ തന്നെ തന്റെ വരവ് അറിയിച്ചേക്കും. ആഭ്യന്തര ക്രിക്കറ്റിലടക്കം ഡെത്ത് ഓവറിൽ മികവ് കാട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആക്യുബിന്റെ പന്തുകളെ നേരിട്ട് പരിചയമില്ലാത്ത ബാറ്റർമാർക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലൊരു മത്സരത്തിന് ക്ലൈമാക്സ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ തന്നെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകൾക്ക് സാധിക്കും. അത്തരം താരങ്ങൾ കളത്തിലിറങ്ങുമ്പോൾ ആവേശം ഇരട്ടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ബാറ്റർമാരും ബൗളർമാരും ഒരുപോലെ തിളങ്ങാൻ പോകുന്ന IPL സീസണിനാണ് തുടക്കമാകാൻ പോകുന്നത്.